എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ റിവിഷൻ 21 പ്രകാരം ട്രിപ്പിളിക്കാർക്ക് രണ്ടാം സെമസ്റ്ററിലുള്ള ഒരു പേപ്പറാണ് സബ്ജക്റ്റ് കോഡ് 2031 ഫണ്ടമെൻ്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അപ്പോൾ അത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കുറച്ച് കാലം മുമ്പ് ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും അത് കണ്ടു. വളരെ നല്ല ഫീഡ്ബാക്കാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് ഭാഗങ്ങൾ കൂടി വളരെ വിശദമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വീഡിയോൻ്റെ തുടർച്ച എന്നുള്ള രീതിയിൽ ഈ രണ്ടാം ഭാഗം എടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ ഭംഗിയായിട്ട് ഈ ക്ലാസ്സുകൾ കാണുക. എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് AC പവറിൻ്റെ ജനറേഷനാണ്. AC പവർ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു 7 മാർക്കിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ പോലെ നമുക്ക് ചോദിക്കലുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു നോർത്ത് പോൾ ഉണ്ടാവും, അടുത്തതൊരു സൗത്ത് പോൾ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഇടയിൽ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രസൻ്റ് ആയിരിക്കും. അതിന് ഈ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രസൻ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ ഒരു കണ്ടക്ടർ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തു. ഈ കണ്ടക്ടർ ഇവിടുത്തെ ഫ്ലക്സ് കട്ട് ചെയ്താൽ ഇവിടെ EMF ഉണ്ടാവും. കണ്ടക്ടർ ഫ്ലക്സ് കട്ട് ചെയ്താൽ ആരുണ്ടാവും? EMF ഉണ്ടാവും. അതായത് ഒരു മാഗ്നറ്റിനകത്ത് നോർത്ത് പോളുണ്ട്, സൗത്ത് പോളുണ്ട്, നടുക്ക് ഫ്ലക്സ് ഉണ്ട്. ആ ഫ്ലക്സിനെ ഒരു കണ്ടക്ടർ കട്ട് ചെയ്യുമ്പോൾ അവിടെ EMF ഉണ്ടാവും. ഇതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ പറയുന്നത്. സെക്കൻഡ് ലോ പറയുന്നത് ഈ കണ്ടക്ടറിൻ്റെ സ്പീഡ് കൂടെ വിചാരിക്കാം. അപ്പോൾ ഇവിടുത്തെ ഫ്ലക്സ് കട്ടിങ് കൂടും. ഫ്ലക്സ് കട്ടിങ് കൂടുമ്പോൾ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ത് ചെയ്യും? കൂടും. കണ്ടക്ടറിൻ്റെ സ്പീഡ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫ്ലക്സ് കട്ടിങ് കുറയും, ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ത് ചെയ്യും? കുറയും. ഇതാണ് ഫാരഡേസ് സെക്കൻഡ് ലോ പറയുന്നത്. സ്ഥിരമായിട്ട് ബോർഡ് എക്സാമിൽ വരുന്ന 7 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യനാണ്. ഈ സെയിം ഫാരഡേസിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു AC പവർ ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു നോർത്ത് പോള്, സൗത്ത് പോള്, ഇതിൻ്റെ ഇടയിൽ ഫ്ലക്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടക്ടർ ഇപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് വിചാരിക്കുക. എൻ്റെ കയ്യിൽ ഒരു പേപ്പറാണ് ഇപ്പോൾ ഉദാഹരിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഈ പേപ്പർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഒരു 90 ഡിഗ്രി കറങ്ങി. 90 ഡിഗ്രി കറങ്ങുന്ന സമയത്ത് ഫ്ലക്സ് കട്ടിങ് കൂടും. എന്നിട്ട് എന്ത് ചെയ്യും? പോസിറ്റീവ് സൈഡിൽ മാക്സിമം വോൾട്ടേജിലേക്ക് എത്തും. എങ്ങനെ? 90 ഡിഗ്രി ഇങ്ങനെ കറങ്ങിക്കഴിഞ്ഞാൽ. ഓക്കെ, 90 ഡിഗ്രി കറങ്ങി. അങ്ങനെ ഈ കറങ്ങിയ സംഭവം ഈ നോർത്ത് സൗത്ത് പോളിൻ്റെ ഇടയിൽ ഫ്ലക്സ് ഉണ്ട്. ഇത് വീണ്ടും ഒന്നുകൂടി കറങ്ങി 90 ഡിഗ്രി കറങ്ങിയതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു? 180 ഡിഗ്രി കറങ്ങുമ്പോൾ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയി. ഇത് 0 ഡിഗ്രിയിൽ നമ്മൾ തുടങ്ങി 90 ഡിഗ്രി കറങ്ങി. 90 ഡിഗ്രി കറങ്ങിയ സമയത്ത് നമുക്ക് മാക്സിമം വോൾട്ടേജ് എത്തി. അങ്ങനെ 90 ഡിഗ്രി കറങ്ങിയ സംഭവം വീണ്ടും ഒന്നും കൂടി കറങ്ങി. കണ്ടക്ടർ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് ഏകദേശം 180 ഡിഗ്രി 180 ഡിഗ്രിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയി. വീണ്ടും ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും കറങ്ങിയ സമയത്ത് 270 ഡിഗ്രി കറങ്ങി. അപ്പോൾ 270 ഡിഗ്രി കറങ്ങുന്ന സമയത്ത് നെഗറ്റീവ് സൈഡിൽ എന്ത് ചെയ്തു? ഇതിൻ്റെ മാക്സിമം വോൾട്ടേജിലേക്ക് എന്ത് ചെയ്തു? സംഭവം എത്തി 270 ഡിഗ്രി കറങ്ങുന്ന സമയത്ത്. അങ്ങനെ വീണ്ടും ഇത് കറങ്ങി. കണ്ടക്ടർ കറങ്ങിയിട്ട് എന്ത് ചെയ്തു? 360 ഡിഗ്രി കറങ്ങി. 360 ഡിഗ്രി കറങ്ങിയ സമയത്ത് എന്ത് ചെയ്തു? ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ത് ചെയ്തു? പൂർത്തിയായി. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റിനെ ആൻസർ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഫാരഡേസിലോ പറഞ്ഞു. സ്ഥിരമായിട്ട് ബോർഡ് എക്സാമിൻ്റെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിനുശേഷം AC പവർ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് സെയിം സംഭവം തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. നോർത്ത് പോളുണ്ട്, സൗത്ത് പോളുണ്ട്, ഇടക്കാരുണ്ട്, ഫ്ലക്സ് ഉണ്ട്. ആ ഫ്ലക്സ് കണ്ടക്ടർ കട്ട് ചെയ്യുമ്പോൾ EMF ഉണ്ടാവും. ഫ്ലക്സ് കട്ടിങ് കൂടുമ്പോൾ EMF കൂടും. ഫ്ലക്സ് കട്ടിങ് കുറയുമ്പോൾ EMF കുറയും. ഇതാണ് ഫാരഡേസോ ഫസ്റ്റും സെക്കൻഡ് ലോ പറയുന്നത്. അപ്പോൾ ഈ കണ്ടക്ടർ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നുണ്ട്? ഈ കണ്ടക്ടർ എന്ത് ചെയ്തു? ഇങ്ങനെ 90 ഡിഗ്രി കറങ്ങി. 90 ഡിഗ്രി കറങ്ങിയ സമയത്ത് പോസിറ്റീവ് സൈഡിലുള്ള മാക്സിമം വോൾട്ടേജ് എത്തി. അങ്ങനെ വീണ്ടും ഈ കണ്ടക്ടർ കറങ്ങി 180 ഡിഗ്രി കറങ്ങി. 180 ഡിഗ്രി കറങ്ങിയ സമയത്ത് ഇവിടെ 0 എന്നുള്ള പോയിന്റിലേക്ക് എത്തി. ഫ്ലക്സ് കട്ടിങ് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്, വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. വീണ്ടും എന്ത് ചെയ്തു? ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും കറങ്ങി. ഇപ്പോൾ 270 ഡിഗ്രി കറങ്ങി. അപ്പം നെഗറ്റീവ് സൈഡിലുള്ള മാക്സിമം വോൾട്ടേജ് വരും 270 ഡിഗ്രി കറങ്ങുന്ന സമയത്ത്. വീണ്ടും ഒന്നുകൂടി കറങ്ങി. ഇപ്പം 360 ഡിഗ്രി കറങ്ങി. അതായത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ആ പൊസിഷനിലേക്ക് എത്തി. ആ സമയത്ത് ഇവിടെ എന്ത് ചെയ്തു? ഒരു സൈക്കിള് കംപ്ലീറ്റ് ആയി. ഇങ്ങനെയാണ് ഒരു AC വോൾട്ടേജ് എന്ത് ചെയ്യണത്? ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇങ്ങനെ ഒരു ഏറ്റവും ഈ ഒരു സിമ്പിളായിട്ടുള്ള ഫിഗർ വേണം നമ്മൾ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത്.
ഈ ഒരു ഫിഗർ നമുക്ക് നിർബന്ധമായിട്ട് വേണം. അതേപോലെ ഇങ്ങനെ 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രിയിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെ വരിക എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ജസ്റ്റ് ഈ വരച്ചിട്ട് നമ്മൾ കാണിക്കണം. എന്നിട്ട് അറിയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. പിന്നെ നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്, നമുക്ക് കുറച്ച് ഒരു 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെ ഒക്കെ കുറച്ച് സംഭവങ്ങൾ ചോദിക്കും. ഇപ്പോൾ നമ്മൾ പറയുന്നത് മൊഡ്യൂൾ 1-നകത്തുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ വേറെ കുറച്ച് ഭാഗങ്ങളുണ്ട്. അതായത് ആംപ്ലിറ്റ്യൂഡ് എന്താണ്, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്താണ്, ടൈം പീരീഡ് എന്താണ്, ഫ്രീക്വൻസി എന്താണ്, പീക്ക് ടു പീക്ക് വാല്യൂ എന്താണ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ചോദിക്കും. അത് ചിലപ്പോൾ 1 മാർക്കിൻ്റെ ചോദ്യത്തിൻ്റെ അവിടെ വരും, അതല്ലെങ്കിൽ 3 മാർക്കിൻ്റെ അവിടെ വരും, അല്ലെങ്കിൽ 7 മാർക്കിൻ്റെ അവിടെ വരും. അപ്പോൾ വളരെ സിമ്പിളാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ മൊഡ്യൂൾ 1-നകത്തുള്ള മെയിൻ ടോപ്പിക്സാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു സൈൻ വേവ് കൃത്യമായിട്ട് വരയ്ക്കാം. ഒരു സൈൻ വേവ് നമ്മൾ എന്ത് ചെയ്തു, വരച്ചു. എന്നിട്ട് നമ്മളിവിടെ ടൈം പീരീഡ് ടി എന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ ജസ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, വോൾട്ടേജ് വി എന്നുള്ളത് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു സൈൻ വേവ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ച് വയ്ക്കുക. സൈൻ വേവ് എന്ത് ചെയ്യുക, വരച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് ടൈം പീരീഡ് എന്ന് ചോദിച്ചാൽ, ടൈം പീരീഡ് പറഞ്ഞിട്ടൊരു ചോദ്യം വരികയാണ് വിചാരിക്കുക. ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ഇതൊരു പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ്, ഇതൊരു നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടോട്ടൽ ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുക, ടൈം പീരീഡ് എന്ന് പറയാം. അതായത് ഒരു സൈൻ വേവിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുക, ടൈം പീരീഡ് എന്ന് പറയാം. അപ്പോൾ ഇതിനോട് ചേർത്തിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ വരും, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡിനെയാണ് എന്താ ചെയ്യുക, ഫ്രീക്വൻസി എന്ന് പറയാം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. അപ്പോൾ ഫ്രീക്വൻസിയുടെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് സീക്വൽ ടു 1/t. എഫ് സീക്വൽ ടു 1/t. അതാണ് ഫ്രീക്വൻസിയുടെ ഫോർമുല വരിക. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്, ടൈം പീരീഡ് എന്നുള്ള പാരാമീറ്റർ ആണ്. ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെ നമ്മൾ എന്താ പറയുക, ടൈം പീരീഡ് എന്ന് പറയാം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്. ടൈം പീരീഡ് നമ്മൾ സാധാരണ സെക്കൻഡിലാണ് അതിൻ്റെ യൂണിറ്റ് പറയാം. അതുപോലെ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1/t എന്നാണ്. അതിൻ്റെ യൂണിറ്റ് ഹെഡ്സ് ആണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇലക്ട്രിക്കലിൻ്റെ സാധനം മേടിക്കുമ്പോൾ കാണാൻ ഫ്രീക്വൻസി 50 ഹെഡ്സ് നിങ്ങൾ കേൾക്കും. അതെന്താണ്, നമ്മുടെ നാട്ടിൽ നിർമ്മിക്കുന്ന ഉപകരണങ്ങളുടെ സപ്ലൈ ഫ്രീക്വൻസി എന്നുള്ളത് 50 ഹെഡ്സിനായിരിക്കും ഈ സംവിധാനം എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അടുത്തതാണ് മാക്സിമം വാല്യൂ. മാക്സിമം വാല്യൂ എന്നൊരു സംഭവം ഉണ്ടാവും. എന്താ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ പോസിറ്റീവ് സൈഡിൽ ഒരു മാക്സിമം ഒരു വാല്യൂ വരുന്നുണ്ട്, നെഗറ്റീവ് സൈഡിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാക്സിമം വാല്യൂ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ എഴുതിക്കുന്ന VM എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ പോസിറ്റീവ് സൈഡിൽ വരുന്ന മാക്സിമം വാല്യൂ, അതായത് ഈ ഒരു സൈൻ വേവിന് വരാവുന്ന മാക്സിമം വാല്യൂവിനെ നമ്മൾ എന്താ പറയുക, മാക്സിമം വാല്യൂ എന്ന് പറയുക. അതിവിടെ നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതാണ് പീക്ക് ടു പീക്ക് വാല്യൂ. അതായത് ഇത് പോസിറ്റീവ് സൈഡിലുള്ള സംഭവം, നെഗറ്റീവ് സൈഡിലുള്ള സംഭവമാണ്. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ്, നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. അപ്പോൾ ഈ വാല്യൂ മുതൽ ഈ വാല്യൂ വരെ, ഈ വാല്യൂ മുതൽ ഈ വാല്യൂ വരെ ഉള്ളതിനെ നമ്മൾ എന്ത് പറയും, ഇപ്പോൾ വോൾട്ടേജ് പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയും. അതായത് ഇത് പോസിറ്റീവ് സൈഡിലുള്ള പീക്ക് വാല്യൂ, ഇത് നെഗറ്റീവ് സൈഡിലുള്ള പീക്ക് വാല്യൂ. ഈ പീക്ക് ടു പീക്ക് വാല്യൂനാണ് നമ്മൾ അറിയുന്നത്. ഈ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ മാക്സിമം വാല്യൂ മുതൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലെ മാക്സിമം വാല്യൂ വരെയുള്ള സംഭവത്തിനെയാണ് നമ്മൾ എന്താ പറയുക, പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയണത്. അപ്പോൾ നമ്മൾ ടൈം പീരീഡ് പറഞ്ഞു, ഫ്രീക്വൻസി പറഞ്ഞു, അതേമാതിരി മാക്സിമം വാല്യൂ പറഞ്ഞു, പീക്ക് ടു പീക്ക്, അതായത് പീക്ക് ടു പീക്ക് വാല്യൂ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളടുത്ത് അടുത്തത് ഒരു ചോദ്യമാണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. അതായത് ഇതിപ്പോൾ ഒരു സൈൻ വേവ് ആണ്, സമയത്തിനനുസരിച്ചിട്ട് ഇയാളുടെ വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ ഒരു പോയിന്റിലുള്ള വാല്യൂ ആയിരിക്കില്ല ഇവിടെ ഉണ്ടാവുക, ഈ ഒരു പോയിന്റിലുള്ള വാല്യൂ ആയിരിക്കില്ല ഇവിടെ ഉണ്ടാവുക, ഇതായിരിക്കില്ല ഇപ്പുറത്തുണ്ടാവുക. ഓരോ സമയത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും.
ആ മാറുന്നതിനെ നമ്മൾ എന്താ പറയുക, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയുക. എന്ത് പറയുക? ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയാം. പിന്നെ സൈൻ വേവിൻ്റെ ഒരു ഫോർമുല എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ വി സീക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമുല വരുന്നത് കേട്ടോ. അതായത് ഒരു സൈൻ വേവിൻ്റെ ഫോർമുല എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ വി സീക്വൽ ടു വി എം സൈൻ ഒമേഗ ടി ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. അതിൽ വി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം വാല്യൂ, ഒമേഗ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ എന്ന് പറയുമ്പോൾ ആംഗുലർ വെലോസിറ്റിയാണ് വരിക. ഒമേഗ എന്ന് പറയുമ്പോൾ ആംഗുലർ വെലോസിറ്റിയാണ് വരിക. ഒമേഗ സീക്വൽ ടു 2πf എന്നാണ് അതിൻ്റെ സാധാരണ നമ്മൾ എന്ത് ചെയ്യൽ ഫോർമുല എഴുതൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സൈൻ വേവിൻ്റെ എന്താ പറയുക ഒരു ഫോർമുല നമ്മൾ എന്ത് ചെയ്യൽ എഴുതൽ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനകത്തുനിന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മൊഡ്യൂള് 2ലേക്ക് കിടക്കുകയാണ്. അടുത്ത നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോണത് മൊഡ്യൂള് 2-നകത്തുനിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. മൊഡ്യൂള് 2-നകത്ത് പവറിൻ്റെ കുറച്ച് ഫോർമുലയാണ് ആളുകൾ എന്ത് ചെയ്തിരുന്നത്, ചോദിച്ചിരുന്നത്. അതായത് ഇപ്പോൾ ഒറ്റയടിക്ക് അത് എങ്ങനെ സാറ് ഓർത്ത് വയ്ക്കുക, 3 കാറ്റഗറിയൊക്കെ കാണാനൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചിട്ട് ഒരു ചോദ്യം ഒരു കുട്ടി ചോദിച്ചിരുന്നു. അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ ഒരു ഡി സി പവറാണ് വിചാരിക്കാം. ഇപ്പോൾ നമ്മളിതൊരു ഡി സി പവറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ പവർ ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. ഓക്കെ, ഞാൻ ഓർത്ത് വയ്ക്കാൻ എളുപ്പത്തിനുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളിതൊരു ഡി സി പവറാണ് നമുക്ക് കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ പവർ ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു എ സി പവറാണ് കണ്ടുപിടിക്കാനുള്ളത്, സിംഗിൾ ഫേസ് വിചാരിക്കാം. നമുക്ക് എ സി പവറാണ് കണ്ടുപിടിക്കാനുള്ളത്, സിംഗിൾ ഫേസ് ആണെന്നുണ്ടെങ്കിൽ പവറിൻ്റെ ഫോർമുല പി സീക്വൽ ടു വി ഐ കോസ് ഫൈ. ഇതേത് കേസിലാണ്? എ സി പവറാണ് കണ്ടുപിടിക്കാനുള്ളത്, സിംഗിൾ ഫേസ് ആണ് നമുക്ക് പവർ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഫോർമുല എന്താണ്, പവർ സീക്വൽ ടു വി ഐ കോസ് ഫൈ. ഇനിയിപ്പോൾ നമുക്ക് എ സി പവറാണ് കണ്ടുപിടിക്കേണ്ടത്, 3 ഫേസ് ആണെന്നുണ്ടെങ്കിൽ സെയിം, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഈ വി ഐ കോസ് ഫൈയുടെ കൂടെ √3 വി എൽ ഐ എൽ കോസ് ഫൈ, ഇതാണ് നമുക്ക് വരിക ഫോർമുല വരിക കേട്ടോ. ഇനി അതല്ലെങ്കിൽ ഇതിപ്പോൾ ലൈൻ വോൾട്ടേജ് ആണെങ്കിൽ അതല്ല നമുക്ക് ഫേസ് വോൾട്ടേജാണ് തന്നിട്ടുണ്ടെങ്കിൽ 3 വി പി എച്ച് ഐ പി എച്ച് കോസ് ഫൈ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക, 1 മാർക്കിൻ്റെ അവിടെ ഈ പവറിൻ്റെ ഫോർമുല എഴുതാൻ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അതല്ലെങ്കിൽ ചിലപ്പോൾ 7 മാർക്കിൻ്റെ അവിടെ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ പ്രോബ്ലം ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തു നോക്കിയ സമയത്ത് അതിനകത്ത് വാല്യൂസൊക്കെ ഡയറക്റ്റ് തരുന്നുണ്ട്. നമ്മൾ ഈ ഫോർമുലയിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. വേറെ നമുക്ക് കാര്യമായിട്ടുള്ള വർക്കുകൾ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. വാല്യൂസ് ഡയറക്റ്റ് ഈ ഫോർമുലയ്ക്ക് അത് എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒരു ഡി സി സർക്യൂട്ടിനകത്താണ് പവർ കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ സീക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. ഒരു എ സി സർക്യൂട്ടിനകത്താണ് കാണാൻ പറഞ്ഞത്, സിംഗിൾ ഫേസ് ആണെന്നുണ്ടെങ്കിൽ പവർ സീക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു പവർ ഫാക്ടർ. കോസ് ഫൈ എന്ന് പറയുമ്പോൾ എന്താണ്, പവർ ഫാക്ടറാണ്. ഇനി ഒരു 3 ഫേസ് സർക്യൂട്ടിനകത്താണ് നമ്മളത് പവർ കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ആലോചിക്കണം, ലൈൻ വോൾട്ടേജും ലൈൻ കറണ്ടാണ് തന്നിട്ടുണ്ടെങ്കിൽ √3 വി എൽ ഐ എൽ കോസ് ഫൈ എന്ന ഫോർമുല വേണം ഉപയോഗിക്കാൻ. അതായത് ലൈൻ വോൾട്ടേജും ലൈൻ കറണ്ടും തന്നിട്ട് പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ √3 വി എൽ ഐ എൽ കോസ് ഫൈ എന്നുള്ള ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ. അതല്ല നമുക്ക് ഫേസ് വോൾട്ടേജ് ആണ് തന്ന് വിചാരിക്കാം, ഫേസ് വോൾട്ടേജ് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, 3 വി പി എച്ച് ഐ പി എച്ച് കോസ് ഫൈ എന്നുള്ള ഫോർമുല വേണം നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ. അപ്പോൾ ലൈൻ വോൾട്ടേജ് ആണോ ഫേസ് വോൾട്ടേജ് ആണോ തന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ഈ 3 ഫേസിനകത്തുള്ള ഫോർമുല നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അധികം √3 വി എൽ ഐ എൽ കോസ് ഫൈ ലൈൻ വോൾട്ടേജാണ് നമുക്ക് എന്തെങ്കിലും തരല്. അപ്പോൾ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്ത് പറയാം, വെറും ഡി സി പവർ ആണെങ്കിൽ വോൾട്ടേജിൻ്റെ കറണ്ട് വരും, എ സി പവർ ആകുമ്പോൾ സിംഗിൾ ഫേസ് ആണെങ്കിൽ വോൾട്ടേജിൻ്റെ കറണ്ട് ഇൻറ്റും പവർ ഫാക്ടർ വി ഐ കോസ് ഫൈ വരും. 3 ഫേസ് ആകുമ്പോൾ എന്ത് ചെയ്യും, √3 വി ഐ ഐ എൽ കോസ് ഫൈ എന്നുള്ള സാധനം എന്ത് ചെയ്യും, കയറി വരും. ഇതാണ് ഇതിനകത്തുള്ള പവറിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അതിൽ പവർ ഫാക്ടർ എന്താണ് എന്ന് ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ വരലുണ്ട്. ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻ വരും, അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ
ഇറ്റ് ഈസ് കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്നുള്ള ഡെഫിനേഷൻ എഴുതാം. കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഇനിയിപ്പോൾ അത് എഴുതാൻ നിങ്ങൾക്ക് മറന്നുപോയി, ഓർമ്മയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ കോസ് ഫൈ പവർ ഫാക്ടർ ഇസ് ഈക്വൽ ടു ആർ ബൈ സെഡ് എന്നുള്ള ഫോർമുല എഴുതിയാലും റെസിസ്റ്റൻസ് ബൈ ഇംപെഡൻസ് എന്നുള്ള ഫോർമുല എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് കിട്ടും. മാർക്ക് നഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ആ കാര്യത്തിൽ ആർക്കും ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. ഈ ഫോർമുല എഴുതി കഴിഞ്ഞാലും കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കി നോക്കുക. അതിലാകെ നിങ്ങൾക്ക് സംശയം വരുന്നൊരു ഭാഗം എന്നുള്ളത് ഈ ഫോർമുല ഏതൊക്കെ എവിടെയൊക്കെ അങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ സംശയം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ എന്ത് ചെയ്തത്, സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു തന്നത്. ഇനി ഇതിനകത്ത് വേറൊരു ഭാഗമാണ് സർവീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതെന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്താ ഇപ്പോൾ അതുകൊണ്ടെന്നുള്ളൊരു സംഭവം. അതായത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സർവീസ് കണക്ഷൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന ഈ റൂമിൽ കറണ്ട് ഉണ്ട്. ഈ കറണ്ട് നമ്മൾ KCBയുടെ അതിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടാണിത്. ഇതേപോലെ നിങ്ങളെ വീട്ടിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സർവീസ് കണക്ഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ സർവീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മളെ വീടാണ്. അപ്പോൾ തൽക്കാലം ഒരു വീടിൻ്റെ മോഡൽ വരയ്ക്കുന്നുണ്ട്. വീടായിക്കോളൊന്നൊന്നുമില്ല, അപ്പോൾ നിങ്ങളാണ്ട് മനസ്സിലാക്കിയാൽ മതി. ഇതിപ്പോൾ ഒരു വീടാണ്. ഓക്കെ, ഈ വീടിൻ്റെ പുറത്ത് ഇവിടെ ഒരു എനർജി മീറ്റർ ഇരിക്കുന്നുണ്ട്. വീടിൻ്റെ പുറത്ത് ഇവിടെ എനർജി മീറ്ററും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീടിൻ്റെ കുറച്ച് ഇപ്പുറത്ത് റോഡ് സൈഡിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു കറണ്ടിൻ്റെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് വന്ന് നിൽക്കുന്നുണ്ടാവും. ഇതിൻ്റെ മുകളിൽ ഫേസ് ന്യൂട്രലൊക്കെ തന്നെ വന്ന് പോകുന്നുണ്ടാവും. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ പോസ്റ്റിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് കറണ്ടിൻ്റെ കണക്ഷൻ എടുക്കുന്നതിനെ നമ്മൾ എന്താ പറയുക, ഇലക്ട്രിക്കൽ സർവീസ് കണക്ഷൻ എന്ന് പറയാം. അതായത് തൊട്ടടുത്തുള്ള KCB എന്ന് പറയുന്ന സപ്ലൈ അതോറിറ്റിയുടെ ആ ഒരു കണക്ഷൻ സൈഡിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് കറണ്ടിൻ്റെ കണക്ഷൻ എടുക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്, സർവീസ് കണക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫിഗർ വരയ്ക്കാൻ സിമ്പിളാണ്. ഇതിപ്പോൾ KCBയുടെ ലൈൻ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ ഫിഗർ നിങ്ങൾക്ക് തന്നെ വരയ്ക്കാം. ഇതിപ്പോൾ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായാൽ മതി. ഇത് നമ്മുടെ വീടാണ്. ആ വീടിൻ്റെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു എനർജി മീറ്റർ ഞാൻ ചുരുക്കി ചെയ്താണ്. ഒരു എനർജി മീറ്ററും സെറ്റപ്പൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ പുറത്ത്. അതായത് വീടിൻ്റെ പുറത്ത് വെക്കാൻ കാരണം കറണ്ടിൻ്റെ റീഡിങ് എടുക്കാൻ വേണ്ടി ആൾ വരുമ്പോൾ അവർക്ക് കാണാൻ സൗകര്യത്തിന് ഈ എനർജി മീറ്റർ എന്ത് ചെയ്യണം, പുറത്ത് ഉണ്ടായിക്കൊള്ളണം. അതാണ് KCBയുടെ മാനദണ്ഡം. അപ്പോൾ വീടിൻ്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എനർജി മീറ്ററും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എനർജി മീറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ വീടിൻ്റെ പുറത്ത് വെച്ചു. മാത്രമല്ല തൊട്ടുപുറത്ത് KCBയുടെ സപ്ലൈ ലൈൻ വരുന്ന ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. ഈ പോസ്റ്റിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് കണക്ഷൻ എടുക്കുന്നതിനെയാണ്, സപ്ലൈ അതോറിറ്റിയുടെ സൈഡിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് കണക്ഷൻ എടുക്കുന്നതിനെ നമ്മൾ എന്താ പറയുക, ഇലക്ട്രിക്കൽ സർവീസ് കണക്ഷൻ എന്ന് പറയാം. അപ്പോൾ അതിനകത്ത് ഇനിയിപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ കറണ്ടിൻ്റെ പോസ്റ്റിൻ്റെ മുകളിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് ആദ്യം ഇങ്ങനെ ഒരു ഇരുമ്പിൻ്റെ ഒരു സപ്പോർട്ടിങ്ങിൻ്റെ ഒരു കമ്പി ആദ്യം ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊരു ഫൈബറിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ഫൈബറിൻ്റെ ഒരു വള്ളി പോലത്തെ സാധനം വലിച്ചു കിട്ടും. അതിൻ്റെ മുകളിൽ കൂടെ കറണ്ട് കണക്ഷൻ വരുന്ന ഒരു ഇലക്ട്രിക്കലിൻ്റെ ഒരു കേബിൾ ഉണ്ടാവും, ഒരു വെതർ പ്രൂഫ് കേബിൾ ഉണ്ടാവും. സിംഗിൾ ഫേസ് കണക്ഷൻ ആണെങ്കിൽ അതിനകത്ത് 2 കേബിൾ ഉണ്ടാവും. ഒന്ന് ഫേസും പിന്നെന്താണ് ന്യൂട്രലും. 3 ഫേസ് ആണെന്നുണ്ടെങ്കിൽ 4 കണ്ടക്ട് ഉണ്ടാവും അല്ലേ, 6 Y B പിന്നെ ന്യൂട്രൽ. ഓക്കെ, അപ്പോൾ എത്ര സിംഗിൾ ഫേസാണ് നമ്മളൊക്കെ അധികം വീട്ടിൽ കണ്ടിട്ടുണ്ടാവുക. ഇനി കുറച്ച് വലിയ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, 3 ഫേസ് കണക്ഷൻ കൊടുക്കും. അപ്പോൾ ഇവിടുന്ന് ആദ്യം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേബിൾ ആദ്യം ഒരു ഇരുമ്പിൻ്റെ കമ്പിയോ അല്ലെങ്കിൽ ഫൈബറിൻ്റെ ഒരു കേബിൾ ഉണ്ടാവും. അതിൻ്റെ മുകളിൽ കൂടെ ഒരു വെതർ പ്രൂഫ് കേബിൾ ഉണ്ടാവും, സർവീസ് വയർ നമ്മൾ പറയും. അതിൻ്റെ ഉള്ളിൽ സിംഗിൾ ഫേസ് ആണെങ്കിൽ 2 കേബിൾ ഉണ്ടാവുക, ഒരു ഫേസും ഉണ്ടാവും പിന്നെ എന്തുണ്ടാവും, ഒരു ന്യൂട്രലും ഉണ്ടാവും. എന്നിട്ട് ഇവിടെ നിന്നുള്ള ഈ ഫേസ് ലൈനിൽ നിന്നുള്ള കണക്ഷൻ ഇതിലേക്ക് കൊടുക്കും, ന്യൂട്രലിലേക്കുള്ള കണക്ഷൻ കൊടുക്കും. എന്നിട്ട് നമ്മൾ എനർജി മീറ്ററിലേക്ക് വരും. ഈ ഒരു പരിപാടിനെ നമ്മൾ എന്ത് പറയുന്നത്, സർവീസ് കണക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഈ സർവീസ് കണക്ഷനൊക്കെ എടുത്ത് നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ സപ്ലൈ വന്നു കേട്ടോ. അപ്പോൾ സപ്ലൈ വന്ന സമയത്ത് നമ്മൾ കുറച്ച് സാധനങ്ങൾ എന്ത് ചെയ്യും, നമ്മളെ വീടിനകത്ത് വേറെ ഉപയോഗിക്കും അല്ലേ. അതെന്തൊക്കെ ഉപയോഗിക്കാം, നിങ്ങൾ വീടിനകത്ത് സർവീസ് കണക്ഷൻ വന്ന എനർജി മീറ്ററിൻ്റെ ഭാഗവും ഡിസ്ട്രിബ്യൂഷൻ്റെ ബോക്സ് ഭാഗമൊക്കെ നിങ്ങൾ പോയി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഒന്ന് പോയിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം കാണാം ഇവിടെ എനർജി മീറ്റർ ഉണ്ടാവും. ഇതൊക്കെ 7 മാർക്കിൻ്റെ ആൻസറാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഇത് നമ്മുടെ എനർജി മീറ്ററാണ്. അപ്പോൾ ഈ സപ്ലൈ അതോറിറ്റിയിൽ നിന്ന് വരുന്ന ഫേസ് ന്യൂട്രലും. ഇപ്പോൾ സിംഗിൾ ഫേസിൻ്റെ കാര്യമായിട്ട് നമ്മൾ പറയുന്നത്, സിംഗിൾ ഫേസ് മാത്രമാണ്, ജസ്റ്റ് നിങ്ങൾക്ക് അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടുന്ന് വരുന്ന ഫേസ് ന്യൂട്രലും, ഫേസ് ഉണ്ടാവും പിന്നെ എന്താവും, ന്യൂട്രൽ ഉണ്ടാവും. KCBയിൽ നിന്ന് വരുന്ന ഫേസ് ന്യൂട്രൽ ആദ്യം എവിടെ കയറും, എനർജി മീറ്ററിൽ കയറും.
ആ എനർജി മീറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ സാധനം നേരെ ഇവിടുന്ന് ഫേസ് ഇങ്ങോട്ട് ഇറങ്ങും, ന്യൂട്രൽ ഇറങ്ങും. അങ്ങനെ ഈ ഇതിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു ഫ്യൂസ് നമ്മൾ എന്ത് ചെയ്യും, അഡീഷണൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. എവിടെ? എനർജി മീറ്ററിൻ്റെ താഴെ ഒരു ഫ്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ആ ഫ്യൂസ് വഴിയാണ് KSEBയുടെ ഫേസ് സപ്ലൈ നമ്മളെ വീട്ടിലേക്ക് കയറുക. അപ്പോൾ ഈ ഫ്യൂസിൻ്റെ ഈ എനർജി മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കഴിഞ്ഞ ബോർഡ് എക്സാമിൻ്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എനർജി മീറ്റർ നമ്മൾ ഉപയോഗിക്കുന്ന എനർജി കൺസപ്ഷൻ എത്ര എന്നുള്ളത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്പ്ലേയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളെ വീട്ടിൽ 10 യൂണിറ്റ് കറണ്ട് ഉപയോഗിച്ചു, 100 യൂണിറ്റ് കറണ്ട് ഉപയോഗിച്ചു, അപ്പോൾ നമ്മൾ എത്ര യൂണിറ്റ് ഉപയോഗിച്ചു എന്നുള്ളത് എനർജി മീറ്ററിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഡാറ്റയാണ് നമ്മളെ വീട്ടിൽ കറണ്ട് ബില്ല് അടിക്കാൻ വരുന്ന ആൾക്കാർ ആ ഡാറ്റ റീഡ് ചെയ്തിട്ടാണ് നമുക്ക് നമ്മൾ എത്ര എനർജി ഉപയോഗിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആ ബില്ല് നമുക്ക് അടിച്ചു തരുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഒരു ഫ്യൂസ് വഴിയാണ് എന്ത് ചെയ്യുക, പുറത്തേക്ക് സപ്ലൈ നമ്മൾ വീട്ടിലേക്ക് എടുക്കുക, മെയിൻ സ്വിച്ചിലേക്ക് പോവാം. അപ്പോൾ ഈ ഫ്യൂസിന് 2-3 ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് സ്ഥിരം അറിയുന്ന പരിപാടി തന്നെ. നമ്മളിപ്പോൾ കറണ്ട് ബില്ല് അടച്ചില്ല വിചാരിക്കുക, ലൈൻമാൻ വന്നിട്ട് എന്ത് ചെയ്യും, ഈ ഫ്യൂസ് ഊരിക്കൊണ്ടുപോകും. ലൈൻമാൻ വന്നിട്ട് ഈ ഫ്യൂസ് എന്ത് ചെയ്യും, ഊരിക്കൊണ്ടുപോകും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് സപ്ലൈ പോകില്ലല്ലോ. അതൊരു പർപ്പസ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലൊരു വർക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഫ്യൂസ് നമ്മൾ എന്ത് ചെയ്തു, ഊരി വെച്ചു. അപ്പോൾ നമുക്ക് ഉറപ്പാണ് ഇവിടുന്ന് ഫേസ് എന്ത് ചെയ്യില്ല, ഇങ്ങോട്ട് കയറി വരില്ല. പവർ സപ്ലൈ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് അടുത്തൊരു പർപ്പസാണ്. അപ്പോൾ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇനിയിപ്പോൾ വീടിനകത്ത് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു, ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായി വിചാരിക്കാം. അപ്പോൾ ഇതിനകത്തുള്ള ഫ്യൂസ് വയർ എന്ത് ചെയ്യും, ബേൺ ഔട്ട് ആവും. ബേൺ ഔട്ടായിട്ട് ഫ്യൂസ് കൊടുന്ന് കട്ടായി കഴിഞ്ഞാൽ ഈ മീറ്ററിൽ നിന്നുള്ള സപ്ലൈ വീട്ടിലേക്ക് എന്ത് ചെയ്യില്ല, കയറി വരില്ല. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീട് നമ്മൾ സേഫ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. അപ്പോൾ ഇതിനെ കട്ട് ഔട്ട് ഫ്യൂസും എന്ന് എന്ത് ചെയ്യലുണ്ട്, പറയലുണ്ട്. ഇവിടുന്ന് പിന്നെ ഈ സംഭവം മെയിൻ സ്വിച്ചിലേക്കാണ് വരിക. ഈ സപ്ലൈ നമ്മൾ മെയിൻ സ്വിച്ചിലേക്ക് വരും. അപ്പോൾ ഇവിടുന്ന് ഫേസ് ന്യൂട്രലിങ്ങനെ കയറി ഫേസ് ന്യൂട്രൽ എന്ത് ചെയ്യുക, ഇറങ്ങിയിട്ട് പിന്നെ വീടിനകത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ ബോക്സിനകത്തേക്ക് പിന്നെ എന്ത് ചെയ്യാണ്, പോവുക ചെയ്യുക. ഈ മെയിൻ സ്വിച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, വീടിൻ്റെ പുറത്ത് എനർജി മീറ്ററിൻ്റെ സൈഡിൽ കാണാൻ ഒരു ലിവർ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പ്രയാസം വന്നാൽ നമ്മൾ ആദ്യം ഈ ഫ്യൂസൊന്നും ഊരാൻ പോകില്ല, ആ മെയിൻ സ്വിച്ചിൻ്റെ ലിവർ പിടിച്ചിട്ട് എന്ത് ചെയ്യും, ഇങ്ങോട്ട് താഴ്ത്തി കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന സപ്ലൈ എന്ത് ചെയ്യും, കട്ടാവും. പിന്നെ ഒരു കാരണവശാലും ഇവിടുന്ന് വരുന്ന ഈ സപ്ലൈ വീടിനകത്തേക്ക് എന്ത് ചെയ്യില്ല, കയറിപ്പോവില്ല. അതാണ് ഈ മെയിൻ സ്വിച്ചിൻ്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ കേട്ടോ. മെയിൻ സ്വിച്ചിൻ്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്, മെയിൻ സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്ത് വിചാരിക്കാം, ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള സപ്ലൈ പിന്നെ എന്തെങ്കിലും ഇങ്ങോട്ട് കയറി വരില്ല. മെയിൻ സ്വിച്ചും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഈ മെയിൻ സ്വിച്ച് വെക്കൽ നമുക്ക് എന്താണ്, നിർബന്ധമാണ്. ഈ മെയിൻ സ്വിച്ചിൻ്റെ ഡോറ് നമ്മൾ തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ 2 കട്ടൗട്ട് ഫ്യൂസ് തന്നെയാണ് ഇതിനകത്ത് ഇരിക്കേണ്ടാവുക. ഉള്ളിൽ എന്തെങ്കിലും വീടിനകത്ത് ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാലും ഈ മെയിൻ സ്വിച്ച് എന്ത് ചെയ്യും, അതിനകത്തുള്ള ഫ്യൂസ് എന്ത് ചെയ്യും, ബേൺ പോവും. നമുക്കത് രണ്ടാമത് വീണ്ടും ആ ഫ്യൂസ് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീടിനകത്തേക്ക് പവർ സപ്ലൈയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും എനർജി മീറ്ററിൽ നിന്നുള്ള സപ്ലൈ എന്ത് ചെയ്യില്ല, വീട്ടിലേക്ക് കയറിപ്പോവില്ല. അതാണ് മെയിൻ സ്വിച്ചിൻ്റെ ഒരു പരിപാടി. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഉപയോഗിക്കണമെന്ന് KSEB പറയലുണ്ട്. എത്ര കൊല്ലം കഴിഞ്ഞ്, ഇപ്പോൾ പഴയ കാലത്താണെങ്കിലും പുതിയ കാലത്തെ കണക്ഷനാണെങ്കിലും എനർജി മീറ്റർ, കട്ടൗട്ട് ഫ്യൂസ്, മെയിൻ സ്വിച്ച്, ഈ സാധനങ്ങൾക്ക് ഒരു മാറ്റമില്ല. മാത്രമല്ല ഈ മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് സാധനം ഓപ്പൺ ആക്കി വെച്ചാൽ അത് ഓപ്പൺ തന്നെയാണ്. പിന്നെ അവിടെ സപ്ലൈ കയറി വരുന്ന ഒരു പേടി നമുക്കുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്ന പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂസൊക്കെ കെട്ടുമ്പോൾ കേബിളൊക്കെ വണ്ണം കൂട്ടിയിട്ട് കെട്ടും. അപ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാലും ഫ്യൂസ് എന്ത് ചെയ്യില്ല, ബേൺ ഔട്ടായി പോവില്ല. അപ്പോൾ അത് വലിയ അപകടങ്ങളൊക്കെ വിളിച്ചു വരുത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. ആ റേറ്റിംഗ് അനുസരിച്ചുള്ള ഫ്യൂസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ കെട്ടാം. പിന്നെ അങ്ങനെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ മെയിൻ സ്വിച്ചിൽ നിന്നുള്ള കണക്ഷൻ നമ്മൾ പുറത്തേക്ക് എടുത്തു കേട്ടോ. മെയിൻ സ്വിച്ചിൽ നിന്നുള്ള കണക്ഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീടിനകത്തേക്ക് വരാം. വീടിനകത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ വീടിനകത്ത് കാണാം, നമ്മൾ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ അവിടെയൊക്കെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ഇരിക്കുന്നുണ്ടാവും. അതിനകത്തേക്ക് മെയിൻ സ്വിച്ചിൽ നിന്നുള്ള സപ്ലൈ വരും. ഇതിൽ നിന്നാണ് നമ്മൾ വീട്ടിലേക്കുള്ള ഓരോ റൂമിലേക്കും ഹാളിലേക്കും അതേമാതിരി അടുക്കളയിലേക്കും ഒക്കെ ഉള്ള കണക്ഷൻ പോവുക. ഇതിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് എന്ന് പറയുക. പഴയ കാലത്തും ഇതിനകത്ത് എന്ത് ചെയ്തിരുന്നു, ഇങ്ങനെ ചെറിയ ചെറിയ ഫ്യൂസ് യൂണിറ്റ് തന്നെയാണ് കൊടുത്തിരുന്നത്. എൻ്റെ വീടൊക്കെ പഴയ വയറിങ്ങാണ്, 40 വർഷം മുമ്പുള്ള വയറിങ്ങാണ്. ഇപ്പോഴും ഈ പഴയ കാലത്തെ ഫ്യൂസാണ് ഇരിക്കുന്നത്. അതൊക്കെ ഇപ്പോൾ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ELCB കൊടുത്തു, ബ്രേക്കറുകളൊക്കെ കൊടുത്തു. അപ്പോൾ ഈ പഴയ കാലത്തെ ഈ ഫ്യൂസ് ഇതിൻ്റെ ഫംഗ്ഷൻ തന്നെയാണ് ഇപ്പോഴത്തെ MCBയും സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. മുമ്പാണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഇവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി. അപ്പോൾ ഇത് ഈ ഒരു ഫ്യൂസിൽ നിന്നാണ് ഇങ്ങോട്ടുള്ള കണക്ഷൻ പോയെന്നുണ്ടെങ്കിൽ ഈ ഫ്യൂസ് എന്ത് ചെയ്യും, അതിനകത്തുള്ള ഫ്യൂസ് വയർ എന്ത് ചെയ്യും, ബേൺ ഔട്ടായി പോകും.
ബേണൗട്ടായി പോയി കഴിഞ്ഞാൽ അപ്പോൾ ഈ ബെഡ്റൂമിലേക്കുള്ള സപ്ലൈ എന്ത് ചെയ്തു നിന്നു. അതായത് ഈ ബെഡ്റൂമിൽ ഇപ്പോൾ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്. ആ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി നോക്കുമ്പോൾ ഈ ഫ്യൂസ് വഴിയാണ് ഈ റൂമിലേക്കുള്ള സപ്ലൈ ചാർജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്യൂസിനകത്തുള്ള വയർ എന്ത് ചെയ്യും, ബേണൗട്ട് ആവും. അപ്പോൾ ഈ റൂമിലേക്കുള്ള സപ്ലൈ എന്തോ നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പഴയ കാലത്തെ ആൾക്കാരാണെങ്കിൽ ഇതൊരു കമ്പി കൂടുതൽ ഇട്ടിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിലും ഫ്യൂസ് കത്തിപ്പോയില്ല, ആളുകൾക്ക് എന്ത് ചെയ്യും, അപകടം കൂടും. ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് കാണില്ല. കാരണം ഇപ്പോൾ ഇതിനകത്ത് ചെറിയ ചെറിയ ബ്രേക്കറുകളാണ് നിങ്ങൾ കാണുക. ആ ബ്രേക്കർ ഒന്നിൻ്റെ കപ്പാസിറ്റി 10 ആംപിയർ ആണെങ്കിൽ ഇവിടെ ഒരു ബ്രേക്കർ ഉണ്ട്. ആ ബ്രേക്കറിൽ നിന്നാണ് ഈ ലൈൻ ചാർജ് ചെയ്ത് വിചാരിക്കാം. 10 ആംപിയർ കപ്പാസിറ്റി എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടിയൊരു കറണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ബ്രേക്കർ എന്ത് ചെയ്യും, ട്രിപ്പാവും. അപ്പോൾ നമ്മൾ പോയിട്ടൊന്ന് ഓണാക്കി വെക്കും. വീണ്ടും ട്രിപ്പായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഈ റൂമിനകത്ത് എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത്. അത് നമുക്ക് ക്ലിയർ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് നമ്മൾ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയാം. മനസ്സിലായില്ലേ? പിന്നെ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ആ ഒരു ഇങ്ങനെ റേഞ്ച് കൂടുന്തോറും MCB MCCB എന്നിട്ട് അങ്ങനെ എന്ത് ചെയ്യും, പോവും. ഇനി വേറൊരു സംഭവം കൂടി ഉണ്ട്, ELCB. എന്താ ELCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. അതും ഡിസ്ട്രിബ്യൂഷൻ ബോക്സിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, വെച്ചിട്ടുണ്ടാവും. യാദൃശ്ചികമായിട്ട് ഏതെങ്കിലും കുട്ടികളെ ഷോക്ക് അടിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ELCB പെട്ടെന്ന് എന്ത് ചെയ്യും, ട്രിപ്പാവും ചെയ്യും. ആളുകൾ എന്ത് ചെയ്യും, ഈ ഒരു അപകടത്തിൽ നിന്ന് നമുക്ക് സേഫ് ആക്കിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റും. നമ്മൾ ഇപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ നിങ്ങളെ ആവശ്യപ്രകാരമല്ല കുറേ ടോപ്പിക്സ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഏറെക്കുറെയൊക്കെ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്നുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പറയാണ്. മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, സാറേ ആക്റ്റീവ് കമ്പോണൻറ്റ് പാസീവ് കമ്പോണൻറ്റ് പല ഡെഫിനേഷനും പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. എങ്ങനെയപ്പോൾ അതൊന്ന് ചുരുക്കിയിട്ട് ഒന്ന് ആലോചിച്ച് വയ്ക്കുക എന്നുള്ള ഒരു സംഭവമാണ് ആളുകളുടെ ഭാഗത്ത് വന്നത്. അപ്പോൾ നിങ്ങൾ റെസിസ്റ്ററും കപ്പാസിറ്ററൊക്കെ പാസീവ് കമ്പോണൻറ്റ്, ഡയോഡ് ട്രാൻസിസ്റ്റർ പോലത്തെ സംവിധാനങ്ങളൊക്കെ ആക്റ്റീവ് കമ്പോണൻറ്റ് എന്ന ഉദാഹരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിച്ച് വയ്ക്കുക. ഇപ്പോൾ ഒരു AC സപ്ലൈനെ DC പവർ സപ്ലൈ ആക്കി മാറ്റാൻ വേണ്ടി, ഒരു AC-നെ DC ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്ടിഫയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു റെക്ടിഫയറിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻ്റാണ് എന്ത്, ഡയോഡ് അല്ലേ. ഒരു ഡയോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, AC പവർ സപ്ലൈനെ DC പവർ സപ്ലൈ ആക്കിയിട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ ഈ ഡയോഡ് എന്താണ്, ഒരു AC സപ്ലൈനെ എന്ത് ചെയ്തു, DC ആക്കിയിട്ട് മാറ്റി. അതായത് ഒരു കൊടുക്കുന്ന സിഗ്നലിനെ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്തിട്ട് വേറൊരു രീതിക്ക് മാറ്റാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ DC പവർ സപ്ലൈ നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ചാർജർ, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജർ അല്ലേ, ആ മൊബൈൽ ഫോണിൻ്റെ ചാർജർ നമ്മൾ പ്ലഗിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സാധാരണ വീട്ടിനകത്ത് പ്ലഗ് പോയിൻ്റ് ഉണ്ട്, അതിൽ നമ്മൾ ചാർജർ കുത്തും, പവർ സപ്ലൈ ഓണാക്കും. ഓണാക്കി കഴിഞ്ഞാൽ അതിൽ വരുന്ന പവർ സപ്ലൈ ഏതാണ്, AC പവർ സപ്ലൈ ആണ്. നമുക്ക് അതിന് പുറത്ത് നിൽക്കുന്ന പവർ സപ്ലൈ ഏതാണ്, DC പവർ സപ്ലൈ ആണ് അല്ലേ. അപ്പോൾ AC നമ്മൾ എന്താക്കി മാറ്റി, DC ആക്കി മാറ്റി. എന്നിട്ടാണ് 12 വോൾട്ട് DC അല്ലെങ്കിൽ 18 വോൾട്ട് DC ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൊബൈൽ ഫോൺ എന്ത് ചെയ്യുന്നത്, ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കണ്ടോ AC-നെ DC ആക്കിയിട്ട് മാറ്റി. അപ്പോൾ AC-നെ DC ആക്കി മാറ്റാൻ ഉപയോഗിക്കാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന കമ്പോണൻ്റ് ഏതാ, ഡയോഡാണ്. അപ്പോൾ ഡയോഡിന് എന്തുണ്ട്, ഒരു സിഗ്നലിനെ വേറെ രീതിയിലേക്ക് മാറ്റാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഡയോഡ് എന്ത് കമ്പോണൻ്റ് ആയിട്ടാണ് പറയാം, ആക്റ്റീവ് കമ്പോണൻ്റ് ആയിട്ടാണ് എന്തിനു പറയാം, ഡയോഡിന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതേപോലെ നമ്മൾ ട്രാൻസിസ്റ്റർ, ജസ്റ്റ് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പിൾ ഞാൻ വരച്ചു എന്ന് മാത്രം. ഓക്കെ, നമ്മൾ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ ഹലോ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ബോക്സിലൂടെ ഹലോ വലിയൊരു സിഗ്നലായിട്ട് എന്ത് നമുക്ക് കിട്ടി. അപ്പോൾ കണ്ടോ, ചെറിയൊരു സിഗ്നലിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂട്ടിയിട്ട് പുറത്തേക്ക് എത്തിക്കാൻ ഉള്ള കഴിവ് ആർക്കുണ്ട്, ആംപ്ലിഫയർ സർക്യൂട്ടിനുണ്ട്. ആ ആംപ്ലിഫയർ സർക്യൂട്ട് അസംബിൾ ചെയ്യുന്നത് ഏത് കമ്പോണൻ്റ് വെച്ചിട്ടാണ്, ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു സിഗ്നലിനെ പ്രോസസ്സ് ചെയ്തിട്ട് അടുത്ത സ്റ്റേജിലേക്ക് മാറ്റാവുന്നൊരു കപ്പാസിറ്റി ഉണ്ട് ആർക്ക്, ഡയോഡിനും ട്രാൻസിസ്റ്ററിനൊക്കെ. അത് ആക്റ്റീവ് കമ്പോണൻ്റ് ഉദാഹരണമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു, നമ്മളിപ്പോൾ അടുത്തൊരു സംഭവം എടുത്തു. അതായത് ഞാനിപ്പോൾ ഒരു റെസിസ്റ്റർ എടുത്തു, അല്ലെങ്കിൽ ഒരു ഇൻഡക്ടർ എടുത്തു, അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റർ എടുത്തു. ഓക്കെ, ഇപ്പോൾ റെസിസ്റ്റർ പറയുമ്പോൾ ഇത് കൂടെ പോണ കറണ്ടിനെ ജസ്റ്റ് എന്ത് ചെയ്യും, മൂപ്പര് ഒപ്പോസ് ചെയ്യും. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതല്ലാതെ ആ സിഗ്നലിന് എന്തെങ്കിലും ഒരു വേറെ രീതിയിലേക്ക് റെക്ടിഫയർമാർ AC-നെ DC ആക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും ആർക്കില്ല, റെസിസ്റ്ററിനില്ല. അതുമാതിരി ഇൻഡക്ടർ ആണെങ്കിലും കപ്പാസിറ്റർ ആണെങ്കിലും അത് കൂടെ പോണ ചാർജിൻ്റെ അതെന്ത് ചെയ്യും, പല രൂപത്തിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ അവർ പാസീവ് കമ്പോണൻ്റ് ആണ്. ആ കൊടുത്തിരിക്കുന്ന സിഗ്നലിനെ എന്തെങ്കിലും എക്സ്ട്രാ ആക്കിയിട്ട് മാറ്റാനുള്ളൊരു കപ്പാസിറ്റി ഒന്നുമില്ല. അതിനെ ഒന്നല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കമ്പോണൻസ് എന്താണ്, പാസീവ് കമ്പോണൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ കമ്പോണൻസ് എന്താണ്, ആക്റ്റീവ് കമ്പോണൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ആക്റ്റീവ് കമ്പോണൻറ്റിനെ കുറിച്ചിട്ടും പാസീവ് കമ്പോണൻറ്റിനെ കുറിച്ചിട്ടും കുട്ടികൾ ചോദിച്ച ചോദ്യത്തിന് നമുക്ക് മറുപടി പറയാനുള്ളത്. പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ വർക്ക് പ്രിൻസിപ്പിളാണ് ചോദിച്ചിരുന്നത്.
ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും വളരെ സിമ്പിളാണ്. ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡയഗ്രമൊക്കെ നിങ്ങൾക്ക് തന്നെ വരയ്ക്കാം. ഫസ്റ്റ് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു കോറ് വരയ്ക്കുക. ഒരു കോറ് ഇങ്ങനെ വരയ്ക്കാം. ഒരു കോറ് വരച്ചിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വൈൻഡിങ് കൊടുക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വൈൻഡിങ് ഇപ്പുറത്തും കാണിക്കുക. ഓക്കെ, ഇതാണ് ഒരു ട്രാൻസ്ഫോമറിൻ്റെ മിനിമം സിമ്പിൾ. ഓക്കെ, ഇത് ഈ ഒരു സൈഡിനെ പ്രൈമറി വൈൻഡിങ് പറയും, ഈ ഒരു സൈഡിനെ സെക്കൻഡറി വൈൻഡിങ് പറയും. നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് ഈ സൈഡിലായിരിക്കും, സപ്ലൈ നമുക്ക് ആവശ്യമുള്ളത് പുറത്തേക്ക് എടുക്കുന്നത് ഈ സൈഡിൽ നിന്നായിരിക്കും. അപ്പോൾ സപ്ലൈ കൊടുക്കുന്ന ആ ഒരു സൈഡിനെ നമ്മൾ എന്ത് പറയും, പ്രൈമറി സൈഡ് അറിയും, ആ ഭാഗത്തുള്ള വൈൻഡിങ്ങിനെ പ്രൈമറി വൈൻഡിങ് പറയും. സപ്ലൈ പുറത്തേക്ക് എടുക്കുന്ന ആ ഒരു ഭാഗത്തിന് സെക്കൻഡറി എന്ന് പറയും, ആ ഭാഗത്തുള്ള വൈൻഡിങ്ങിനെ നമ്മൾ എന്ത് പറയും, സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയും. ഇപ്പോൾ നമുക്കറിയാം ഒരു കണ്ടക്ടർ ഉണ്ട്. ഈ കണ്ടക്ടർ കൂടെ കറണ്ട് പോകുമ്പോൾ ഇതിന് ചുറ്റുഭാഗം ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും നമുക്കറിയാം അല്ലേ. ഇവിടെ ഒരു കണ്ടക്ടർ ഉണ്ട്, ആ കണ്ടക്ടർ കൂടെ ഒരു കറണ്ട് പോകുമ്പോൾ അതിന് ചുറ്റുഭാഗം ആരുണ്ടാവും, ഒരു ഫ്ലക്സ് ഉണ്ടാവും. എന്നതുപോലെ ഈ കണ്ടക്ടർ കൂടെ കറണ്ട് പാസ് ചെയ്യും. കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇതിന് ചുറ്റുഭാഗം എന്തുണ്ടാവും, ഒരു ഫ്ലക്സ് ഉണ്ടാവും. ആ ഫ്ലക്സ് മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി ഇതിൻ്റെ സെക്കൻഡറി ഭാഗത്തേക്ക് വരും. ഓക്കെ, ഇവിടെ ഒരു പ്രൈമറി വൈൻഡിങ് ഉണ്ട്, അതിലേക്ക് നമ്മൾ സപ്ലൈ കൊടുത്തു. സപ്ലൈ കൊടുത്തു നോക്കുമ്പോൾ അവിടെ കറണ്ട് ഉണ്ടായപ്പോൾ ആരുണ്ടായി, ഫ്ലക്സ് ഉണ്ടായി. ആ ഫ്ലക്സ് മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി എവിടേക്ക് വന്നു, സെക്കൻഡറി വൈൻഡിങ്ങിലേക്ക് വന്നു. സെക്കൻഡറി വൈൻഡിങ്ങിലേക്ക് വന്നിട്ട് ആ ഫ്ലക്സ് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെ എന്തുണ്ടാവും, EMF ഉണ്ടാവും. ഓക്കെ, അതായത് ട്രാൻസ്ഫോമർ സ്റ്റാറ്റിക് ഡിവൈസ് ആണ്, ഡൈനാമിക് ഡിവൈസ് അല്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് സ്റ്റാറ്റിക് ഡിവൈസ് പറയുമ്പോൾ ഒരു ഭാഗത്ത് ഇരിക്കുന്ന ലൂപ്പിൽ കറങ്ങണമൊന്നുമില്ല. ഡൈനാമിക് ഡിവൈസ് പറയുമ്പോൾ ജനറേറ്റർ, അതിനകത്ത് കണ്ടക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, കറങ്ങിയിട്ടാണ് ഫ്ലക്സ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി സെക്കൻഡറി വൈൻഡിങ്ങിലേക്ക് ഈ ഫ്ലക്സ് വന്ന ഫ്ലക്സ് കൂടെ കട്ട് ചെയ്തിട്ട് ആരുണ്ടാവും, EMF ഉണ്ടാവും. ഓക്കെ, ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ. പിന്നെ ഇതിൻ്റെ വൈൻഡിങ് ഒക്കെ നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ അറിയാം അല്ലേ. ഇപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, ഇവിടെ ഒരു 5 വൈൻഡിങ് കൊടുത്തു. ഇപ്പുറത്ത് ഒരു 7 വൈൻഡിങ് കൊടുത്തു വിചാരിക്കാം. അപ്പോൾ ഇത് ഒറ്റയടിക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, പ്രൈമറി സൈഡിൽ നമ്പർ ഓഫ് വൈൻഡിങ്സിൻ്റെ എണ്ണം കുറവാണ്, സെക്കൻഡറി സൈഡിൽ നമ്പർ ഓഫ് വൈൻഡിങ്സിൻ്റെ എണ്ണം എന്താണ്, കൂടുതലാണ്. അപ്പോൾ ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണെന്നുള്ളത്. അതായത് ഇവിടെ ചിലപ്പോൾ 10 വോൾട്ട് കൊടുത്താൽ ഇവിടെ എന്ത് ചെയ്യും, 100 വോൾട്ട് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അത് ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. എങ്ങനെ അറിയാം, ഇവിടെ നമ്പർ ഓഫ് ടേൺസ് എന്താണ്, കുറവാണ്, ഇവിടെ നമ്പർ ഓഫ് ടേൺസ് എന്താണ്, കൂടുതലാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇയാൾ ആരാണ്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ് അല്ലേ. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കുറവും ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇയാൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണെന്നുള്ളത്. ഇനിയിപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് നമുക്ക് വരയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് ഓർത്ത് വയ്ക്കാവുന്നേ ഉള്ളൂ. ഇവിടെ വൈൻഡിങ്ങിന് എണ്ണം എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇവിടെ വൈൻഡിങ്ങിന് എണ്ണം കുറവാണെങ്കിൽ നമുക്കറിയാം ഇയാൾ എന്താണ്, സ്റ്റെപ്പ് ഡൗൺ ആണെന്നുള്ളത്. അതായത് ഇവിടെ ചിലപ്പോൾ 100 വോൾട്ട് കൊടുത്താൽ ഇവിടെ ചിലപ്പോൾ 50 വോൾട്ട് ആയിരിക്കും എന്ത് ചെയ്യണ്ടാവുക, കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇയാൾ ഏത് ട്രാൻസ്ഫോമറാണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. ഇനി വേറെ സംഭവം ഉണ്ട്, ടേൺസ് റേഷ്യോ എന്താണെന്നുള്ളത് ചോദിക്കും. ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് എന്നുള്ളത് N1, ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് എന്നുള്ളത് N2. ഓക്കെ, അപ്പോൾ ഈ N1/N2 ഇതിന് നമ്മൾ എന്താ പറയുക, ടേൺസ് റേഷ്യോ എന്ന് പറയും. ഇനി ഇതിന് വോൾട്ടേജിൻ്റെ പ്രൊപ്പോർഷനിൽ പറയുകയാണെങ്കിൽ N1 എന്നുള്ളത് ഇവിടെ നമ്പർ ഓഫ് ടേൺസ് ആണ്, ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ആണ് എന്ത്, V1 അല്ലേ. N2 എന്ന് പറയുന്നത് സെക്കൻഡറി സൈഡിലെ നമ്പർ ഓഫ് ടേൺസ് ആണ്, അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ആണ് എന്ത്, V2. അപ്പോൾ ഈ ഒരു റേഷ്യോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൈംസ് റേഷ്യോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയണത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊഡ്യൂളിനകത്തുള്ള മെയിൻ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് 4ാമത്തെ മൊഡ്യൂളിലുള്ള കുറച്ച് മെയിൻ ടോപ്പിക്കുകൾ എന്ത് ചെയ്യാം, നോക്കാം. നമ്മൾ ഇനി അടുത്തത് മൊഡ്യൂൾ 4, 4ാമത്തെ മൊഡ്യൂളിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് ഇനി എന്തുള്ളത് എടുക്കാൻ ബാക്കിയുള്ളത് കേട്ടോ. 4ാമത്തെ മൊഡ്യൂളിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ നമുക്ക് എടുക്കാണ്ട്, അതായത് ലോജിക് ഗേറ്റ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാനത് ആദ്യം ഒരു സംഭവം എനിക്ക് പറഞ്ഞു തരും, അതിൻ്റെ തുടർച്ച എന്നുള്ള നിലക്കാണ് ബാക്കിയുള്ള എന്ത് ചെയ്യുക. അതായത് ലോജിക് ഗേറ്റിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരും. 1 മാർക്കിൻ്റെ അവിടെ സിമ്പിൾ വരയ്ക്കാൻ പറയും, 3 മാർക്കിൻ്റെ അവിടെ ഏതെങ്കിലും 2 ഗേറ്റ് തന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതിലാദ്യം ഞാൻ ആൻഡ് ഗേറ്റ് ആണ് എന്ത് ചെയ്യണത്, പറയാൻ വേണ്ടി പോണത്. അപ്പോൾ ഒന്നിൽ നിന്നും ചെറിയ മാറ്റം വരുത്തിയാൽ അടുത്ത ഗേറ്റ് കിട്ടും. അപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ നമ്മൾ എന്ത് ചെയ്യുക,
ആദ്യം വരയ്ക്കാം അല്ലേ. ഇതാണ് ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ. ഇൻപുട്ട് എ ബി, രണ്ട് ഇൻപുട്ട് നമ്മൾ കാണിച്ചു, ഔട്ട്പുട്ട് എന്ത് ചെയ്തു നമ്മൾ സി എന്ന് കാണിച്ചു. ഇതാണ് നമ്മൾ ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ. ഇൻപുട്ട് എയും ബിയും ഉണ്ട്, ഔട്ട്പുട്ട് സി എന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് സൈഡിൽ എ ബി എന്ന് നമ്മൾ എഴുതി, ഔട്ട്പുട്ട് സി എന്ന് എഴുതി. ഓക്കെ, നമ്മൾ സ്ഥിരം എഴുതുന്ന പോലെ തന്നെ ഇൻപുട്ട് കൊടുക്കുക. 0 0 0 1 1 0 1 1. അപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഇൻപുട്ടും ഹൈ ആയാൽ മാത്രമേ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യുള്ളൂ, ഹൈ ആവുള്ളൂ. ബാക്കി കണ്ടീഷനിലൊക്കെ ഇതിൻ്റെ ഔട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ആൻഡ് ഗേറ്റ് ആണ്. ഓക്കെ, ആൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതാണ് ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ. ഇൻപുട്ട് എ ബി, ഔട്ട്പുട്ട് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് സി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ പതിവ് പോലെ എഴുതുക 0 0 0 1 1 0 1 1. ആൻഡ് ഗേറ്റിൻ്റെ പ്രത്യേകത എന്താണ്, രണ്ട് ഇൻപുട്ട് ഹൈ ആയാൽ മാത്രമേ ഔട്ട്പുട്ട് എന്ത് ചെയ്യുള്ളൂ, ഹൈ ആവുള്ളൂ. ഇനി ഇതിൻ്റെ തൊട്ട് ചേർന്നിട്ട് നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്ന സംഭവമാണ് എന്ത്, നാൻഡ് ഗേറ്റ്. ഓക്കെ, അതിൻ്റെ സിമ്പിൾ എന്നുള്ളത് ആദ്യം ഒരു ആൻഡ് ഗേറ്റ് വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ ഇൻപുട്ട് എയും ബിയും മാർക്ക് ചെയ്യാം. എന്നിട്ട് ഔട്ട്പുട്ട് വരയ്ക്കുമ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒരു എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു ഡോട്ട് കാണിച്ചതിന് ശേഷം ഔട്ട്പുട്ട് സി എന്ന് കൊടുക്കുക. ഇയാളാണ് നാൻഡ് ഗേറ്റ്. അപ്പോൾ ആദ്യം ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ, ഇപ്പോൾ ആൻഡ് ഗേറ്റ് വരച്ചു, ആൻഡ് ഗേറ്റ് വരച്ചിട്ട് ഔട്ടിൽ ഇവിടെ ചെറിയൊരു സംഭവം നമ്മൾ കാണിക്കുകയാണെങ്കിൽ, ഒരു കുനിപ്പ് പോലെ ഒരു സർക്കിൾ കാണിക്കുകയാണെങ്കിൽ ആൻഡ് ഗേറ്റ് നേരെ എന്തായി മാറി, നാൻഡ് ഗേറ്റ് ആയിട്ട് മാറി. ഓക്കെ, അങ്ങനെ നാൻഡ് ഗേറ്റ് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ പതിവ് പോലെ എഴുതാം എ ബി, ഇത് രണ്ട് ഇൻപുട്ടാണ്, സി എന്നുള്ളത് ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ 0 0 0 1 1 0 1 1. ഓക്കെ, ഇതിൻ്റെ നേരെ റിവേഴ്സാണ് ഇവിടുത്തെ വരിക അല്ലേ. ഇവിടെ ഈ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരുന്ന സ്ഥലത്തൊക്കെ ഇവിടെ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ഹൈ ആയിട്ട് വരും. ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയ സമയത്ത് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട് എന്ത് ചെയ്യും, 0 ആയിട്ട് വരും. അപ്പോൾ കണ്ടോ, ആൻഡ് ഗേറ്റ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചാൽ അതിൽ ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഏത് ഗേറ്റ് പഠിക്കാൻ പറ്റും, നാൻഡ് ഗേറ്റ് പഠിക്കാൻ പറ്റും അല്ലേ. അതായത് ഈ ഇൻപുട്ട് വ്യത്യസ്തമായി വരുന്ന സമയത്തും 0 ആയി വരുന്ന സമയത്ത്, 0 0 സമയത്ത് ഇവിടെ ഹൈ ആണ്, 0 1ൻ്റെ സമയത്ത് ഔട്ട്പുട്ട് ഹൈ ആണ്, 1 0 സമയത്ത് ഔട്ട്പുട്ട് എന്താണ്, ഹൈ ആണ്. രണ്ട് ഇൻപുട്ടും ഹൈ ആവുന്ന സമയത്ത് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട് എന്താണ്, 0 ആണ്. അതായത് എയും ബിയും ഹൈ ആവും, അതായത് 1 1 എന്നുള്ള കണ്ടീഷൻ വരുമ്പോൾ നാൻഡിൻ്റെ ഔട്ട് എന്താവും, 0 ആവും. പക്ഷേ ഈ ഒരു ആൻഡ് ഗേറ്റിലാണെങ്കിലോ രണ്ട് ഇൻപുട്ടും ഹൈ ആവുന്ന സമയത്ത് മാത്രമേ ഹൈ ആവുള്ളൂ. അപ്പോൾ കണ്ടോ, ഈ ഒരു ടേബിൾ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ ഇവിടെ ചെറിയ മാറ്റം വരുത്തിയാൽ ഇതായി, ഈ ടേബിളിനകത്ത് ചെറിയ മാറ്റം വരുത്തിയാൽ നാൻഡ് ഗേറ്റിൻ്റെ ടേബിളായി. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ 0 വന്ന സ്ഥലത്തൊക്കെ നാൻഡ് ഗേറ്റ് ആകുമ്പോൾ 1 ആവും ഔട്ട്, ഇവിടെ 1 വന്ന സ്ഥലത്ത് എന്ത് ചെയ്യും, ഇവിടെ 0 ആവും നാൻഡ് ഗേറ്റിൻ്റെ ഔട്ടിൽ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തത് നമ്മൾ ഓർ ഗേറ്റ് ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓർ ഗേറ്റ് അല്ലേ, എങ്ങനെ നമ്മൾ ഓർ ഗേറ്റ് വരയ്ക്കാം, ജസ്റ്റ് ഇതാണ് നമ്മളൊരു ഓർ ഗേറ്റിൻ്റെ സിമ്പൽ. ഇവിടെ ഇൻപുട്ട് ഉണ്ട്, എ ഉണ്ട്, ഇവിടെ ഇൻപുട്ട് ബി ഉണ്ട്, ഇവിടെ ഔട്ട്പുട്ട് ഉണ്ട് സി. ഓർ ഗേറ്റിൻ്റെ സിമ്പിളായി. അപ്പോൾ നമ്മൾ എ ബി ഇൻപുട്ട് കൊടുത്തു, സി എന്നുള്ളത് എന്ത് ചെയ്തു, ഔട്ട് കാണിച്ചു. പതിവ് പോലെ 0 0 0 1 1 0 1 1. എന്നിട്ട് ഓർ ഗേറ്റിൻ്റെ പ്രത്യേകത എന്താ അറിയോ, രണ്ട് നമ്പർ നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക, ഓർ ഗേറ്റ് ഉപയോഗിക്കുക. 0 0 വരുമ്പോൾ ഔട്ട് തന്നെയാണ് 0 ആണ്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും, രണ്ട് ഇൻപുട്ട് ഹൈ ആണെങ്കിലും ഓർ ഗേറ്റിൽ എന്ത് ചെയ്യും, ഹൈ ആയിരിക്കും. അപ്പോൾ ഓർ ഗേറ്റിൻ്റെ പ്രത്യേകത രണ്ട് ഇൻപുട്ടും 0 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്താണ്, 0 ആണ്. ബാക്കി എല്ലാ കണ്ടീഷനിലും ഔട്ട്പുട്ട് എന്താണ്, ഹൈ ആണ്. ഇയാളാണ് ആര്, ഓർ ഗേറ്റ് കേട്ടോ, ഇയാളാണ് ആര്, ഓർ ഗേറ്റ്. അത് പ്രത്യേകം ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നോർ ഗേറ്റ് കിട്ടും. ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ നോർ ഗേറ്റ് കിട്ടും. അപ്പോൾ ആദ്യം ഒരു ഓർ ഗേറ്റിൻ്റെ സിമ്പിൾ വരയ്ക്കുക, എന്നിട്ട് ഇൻപുട്ട് കൊടുക്കുക. എ ഉണ്ട് ബി ഉണ്ട്, ഇൻപുട്ട് കൊടുത്തു. ഔട്ട്പുട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ചെറിയൊരു ഡോട്ട് ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് കാണിക്കുക. അപ്പോൾ നേരെ എന്ത് ചെയ്തു, ഓർ ഗേറ്റ് എന്ത് ഗേറ്റ് ആയിട്ട് മാറി, നോർ ഗേറ്റായി മാറി. അതായത് ഓർ ഗേറ്റിൻ്റെ ഔട്ടിൽ ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓർ ഗേറ്റ് നേരെ എന്ത് ഗേറ്റായി മാറി, നോർ ഗേറ്റ് ആയിട്ട് മാറി. ഇനി നമുക്ക് ടേബിൾ എഴുതാം. എ ബി ഔട്ട് സി 0 0 0 1 1 0 1 1. ഓക്കെ, ഇതിൽ
രണ്ട് ഇൻപുട്ടും ലോ ആവണ സമയത്ത് മാത്രമേ ഇവിടെ എന്ത് ചെയ്യുള്ളൂ, ഔട്ട്പുട്ട് ഹൈ ആവുള്ളൂ. ബാക്കി കേസിലൊക്കെ ഇവിടെ ഔട്ട്പുട്ട് എന്താണ്, 0 ആയിരിക്കും. മനസ്സിലായില്ലേ? അതായത് ഓർ ഗേറ്റിൻ്റെ നേരെ റിവേഴ്സാണ് നോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ വരിക. ഇവിടെ രണ്ട് ഇൻപുട്ടും ലോ ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്താണ്, ലോ ആണ് അല്ലേ. 0 സമയത്ത് ഇവിടെ 0 ആണ്. എന്നാൽ ഈ ഒരു കേസിൽ വരുമ്പോൾ ഇവിടെ രണ്ട് ഇൻപുട്ടും ലോ ആവുന്ന സമയത്ത് 0 ആവുന്ന സമയത്ത് ഇവിടെ ഔട്ട് 1 ആവും. ബാക്കി എല്ലാ കേസിലും ഔട്ട് എന്താണ്, 0 ആയിരിക്കും. ഒന്നുമില്ലെങ്കിലും ഇത് നിങ്ങൾ പഠിക്കുക. ഇതിൻ്റെ ഔട്ട് 0 ആവുന്ന സമയത്ത് ഇവിടെ എന്താവും, 1 ആവും. ഇതിൻ്റെ ഔട്ടൊക്കെ 1 ആവുന്ന സമയത്ത് ഇവിടെ എന്താവും, 0 ആവും. അപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഒരിക്കലും തെറ്റ് വരില്ല. കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോർഡ് എക്സാമിന് എഴുതാൻ പറ്റും. ഇനി വേറൊരു ഗേറ്റും കൂടി ഉണ്ട്. അയാളാണ് എക്സോർ ഗേറ്റ്. അതായത് എക്സോർ ഗേറ്റ് അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാം അല്ലേ. ഇതൊരു ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റിൻ്റെ ഔട്ടൊക്കെ നമ്മൾ പഴയ പോലെ തന്നെ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ലൈനും കൂടി ഇങ്ങനെ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ട് വരയ്ക്കാം. ഓർ ഗേറ്റിൻ്റെ അവിടെ ഇൻപുട്ട് കൊടുക്കുന്നതിന് മുമ്പേ ഒരു ലൈനും കൂടി എക്സ്ട്രാ ഇട്ടിട്ട് എന്ത് ചെയ്യുക, വരച്ച് കഴിഞ്ഞാൽ ഓർ ഗേറ്റ് എന്ത് ഗേറ്റായി മാറി, എക്സോർ ഗേറ്റായി. എന്നിട്ട് ഇൻപുട്ട് കൊടുക്കുക. എ ഉണ്ട്, ബി ഉണ്ട്, ഔട്ട്പുട്ട് എന്താണ്, സി. എ ഉണ്ട്, ബി ഉണ്ട്, ഔട്ട്പുട്ട് എന്താണ്, സി. അപ്പോൾ നമ്മൾ ഇനി ജസ്റ്റ് ടേബിൾ എഴുതുമ്പോൾ എ ഉണ്ട്, ബി ഉണ്ട്, ഔട്ട്പുട്ട് സി ഉണ്ട്. 0 0 0 1 1 0 1 1. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് എക്സോർ ഗേറ്റ്. നമ്മളുണ്ടല്ലോ എക്സ് അല്ലെങ്കിൽ വൈ ആരായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരാളെ കിട്ടിയാൽ മതി എന്ന് നമ്മളൊരു വർത്തമാനം പറയലുണ്ട്. അതേ സംഭവം തന്നെയാണ് ഇവിടെ. ഇൻപുട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഹൈ ആയാൽ മാത്രമേ ഔട്ട്പുട്ട് എന്ത് ചെയ്യുള്ളൂ, ഹൈ ആവുള്ളൂ. ബാക്കി കണ്ടീഷനിലൊക്കെ എന്താണ്, 0 ആണ്. അത് ഇൻപുട്ട് രണ്ടും ലോ ആണോ, ഔട്ട്പുട്ട് 0 ആണ്. ഇൻപുട്ട് രണ്ട് ഹൈ ആണോ, ഔട്ട്പുട്ട് 0 ആണ്. ഏതെങ്കിലും ഒരാൾ മാത്രം ഹൈ ആകുമ്പോൾ മാത്രമേ എക്സോർ ഗേറ്റിൻ്റെ ഔട്ട് എന്ത് ചെയ്യുള്ളൂ, ഹൈ ആവുള്ളൂ. ഇയാളാണ് എക്സോർ ഗേറ്റ്. അപ്പോൾ ആ ടേബിൾ നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവണം. പിന്നെ അടുത്തതാണ് നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റും വളരെ സിമ്പിളാണ്. അതിൻ്റെ പേരിനകത്ത് ഉള്ള പോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം വരച്ച് കഴിഞ്ഞാൽ നോട്ട് ഗേറ്റായി. ഇവിടെ ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട് എന്ത് ചെയ്യും, 0 ആവും. ഇവിടെ 0 ആണെങ്കിൽ ഔട്ട് എന്ത് ചെയ്യും, 1 ആവും. ഇയാളാണ് എന്ത്, നോട്ട് ഗേറ്റ്. ഇനി നമ്മൾ ഒരു ടോപ്പിക് ഉള്ളത്, നിങ്ങൾ ട്രാൻസിസ്റ്ററൊക്കെ നിങ്ങൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും. 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വരില്ല. ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പൽ വരയ്ക്കാൻ പറയും. ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പൽ വരയ്ക്കാൻ പറയും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, രണ്ട് ടൈപ്പ് ട്രാൻസിസ്റ്റർ ഉണ്ട്. NPN ഉണ്ട്, പിന്നെ PNP ട്രാൻസിസ്റ്റർ ഉണ്ട്. രണ്ട് ടൈപ്പ് ട്രാൻസിസ്റ്റർ ഉണ്ട്. ഏതാണ്, NPN ട്രാൻസിസ്റ്ററും ഉണ്ട്, പിന്നെ ഏതാ PNP ട്രാൻസിസ്റ്റർ ഉണ്ട്. അപ്പോൾ ട്രാൻസിസ്റ്റർ വരയ്ക്കുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇങ്ങനെ ഈ സംഭവം വരയ്ക്കാൻ എല്ലാവർക്കും അറിയാം. ഇതൊക്കെ നിങ്ങളെ അധ്യാപകർ പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെയാണ്. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, എമിറ്റർ, ബേസ്, കളക്ടർ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാം. അതല്ല ഒന്നുകൂടി സംഭവം നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് അറിയാനാണെങ്കിൽ ഇയാളെ എമിറ്റർ കൊടുക്കുക, ഇയാളെ എന്ത് ചെയ്യുക, ബേസ് കൊടുക്കുക, ഇയാളെ കളക്ടർ കൊടുക്കുക. ഇയാളെ എമിറ്ററാണ്, ഇയാളാരാണ്, ബേസാണ്, ഇയാളാരാ, കളക്ടറാണ്. എമിറ്റർ, ബേസ്, കളക്ടർ. ഇതിൽ ഒരു ആരോ മാർക്ക് ഇങ്ങനെ പുറത്തേക്കാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ആരോ മാർക്ക് പുറത്തേക്കാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ NPN ട്രാൻസിസ്റ്ററാണ്. എന്നാണ് ഇതിൽ ആകെ ശ്രദ്ധിക്കേണ്ടുള്ളൂ. ഇവിടെ എമിറ്റർ ഉണ്ട്, ബേസ് ഉണ്ട്, കളക്ടർ ഉണ്ട്. അതിൽ ഇവിടെ ഒരു ആരോ മാർക്ക് നമ്മൾ പുറത്തേക്കാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഏത് ട്രാൻസിസ്റ്ററാണ്, NPN ട്രാൻസിസ്റ്ററാണ്. ഇനി നമ്മൾ അടുത്ത കേസിൽ സെയിം ഒരു ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പിൾ പോലെ വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ എമിറ്റർ ആണ്, ഇയാൾ ബേസ്, ഇയാൾ കളക്ടർ. എമിറ്റർ, ബേസ്, കളക്ടർ. ഇതിൽ ആരോ മാർക്ക് ഉള്ളിലേക്കാണ് കാണിച്ച് വിചാരിക്കുക. ഇവിടെ ആരോ മാർക്ക് പുറത്തേക്കാണ് കാണിച്ചത്, ഇവിടെ ആരോ മാർക്ക് എന്താണ്, ഉള്ളിലേക്കാണ് കാണിച്ചത്. ആരോ മാർക്ക് ഉള്ളിലേക്കാണ് കാണിച്ചതെന്നുണ്ടെങ്കിൽ PNP ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ ഇത് ഒരു മാർക്കിന് ചോദിക്കും, ഈ സിമ്പിൾ വരയ്ക്കാൻ ഒരു മാർക്കിന് ചോദിക്കും. ആകെ എത്രയേ ഉള്ളൂ, ആരോ മാർക്ക് പുറത്തേക്കാണ് കാണിച്ചെന്നുണ്ടെങ്കിൽ NPN ട്രാൻസിസ്റ്ററാണ്. ആരോ മാർക്ക് എമിറ്ററിനകത്ത് ഉള്ളിലേക്കാണ്, എമിറ്ററിനകത്ത് ആരോ മാർക്ക് ഉള്ളിലേക്കാണ് കാണിച്ചെന്നുണ്ടെങ്കിൽ ഏത് ട്രാൻസിസ്റ്ററാണ്, PNP ട്രാൻസിസ്റ്ററാണ്. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് വെക്കുക.
കേട്ടോ. ഈ ഒരു കാര്യങ്ങൾ ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തുള്ള മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, കുറയില്ല. നിങ്ങൾക്ക് ഫുള്ള് മാർക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഒരു ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നത് എങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ട്രിപ്പിൾ സ്റ്റുഡൻസിനാണ് ക്ലാസ് എടുക്കുന്നത്. ഇലക്ട്രോണിക് സ്റ്റുഡൻസിനെ നമുക്ക് വേണമെങ്കിൽ സർക്യൂട്ടൊക്കെ വരച്ചിട്ട് അടിപൊളിയാക്കാം. അപ്പോൾ നിങ്ങൾ ഡയോഡ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇയാൾ പി റീജിയനാണ്, ഇയാൾ എൻ റീജിയനാണ്. ഇയാൾ എന്താണ്, പി റീജിയനാണ്, ഇയാൾ എൻ റീജിയനാണ്. പി റീജിയനിൽ പോസിറ്റീവും എൻ റീജിയനിൽ നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ ഫോർവേഡ് ബയാസാണ്. പി റീജിയനിൽ പോസിറ്റീവ് കണക്ഷനും എൻ റീജിയനിൽ നെഗറ്റീവ് കണക്ഷനും വന്ന എന്ത് ബയാസായി, ഫോർവേഡ് ബയാസായി. പി റീജിയനിൽ നെഗറ്റീവ് കണക്ഷനും എൻ റീജിയനിൽ പോസിറ്റീവ് കണക്ഷനും വന്ന എന്ത് ബയാസായി, റിവേഴ്സ് ബയാസായി. ഈ കാര്യം നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പോൾ ഇനി ട്രാൻസിസ്റ്ററിൻ്റെ ബയാസിങ് എന്താണെന്നും അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ വിശദമായിട്ടൊന്നും പോകണില്ല, നമ്മൾ ഈ ടോപ്പിക്കോടുകൂടി നമ്മൾ നിർത്തുകയാണ്. ഇതിപ്പോൾ എൻ പി എൻ ട്രാൻസിസ്റ്റർ, ഏത് ട്രാൻസിസ്റ്ററാണ്, എൻ പി എൻ ട്രാൻസിസ്റ്റർ. ഓക്കെ, ഇത്രയും നമ്മൾ നിർത്തുകയാണ്. ഇയാൾ എൻ പി എൻ ട്രാൻസിസ്റ്റർ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ പറഞ്ഞു. എമിറ്റർ, ബേസ്, കളക്ടറൊക്കെ നമ്മൾ എന്ത് ചെയ്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ എന്ത് ചെയ്യുക, നമ്മളൊരു ഫോർവേഡ് ബയാസ് കൊടുക്കുക. അടുത്ത സൈഡിൽ എന്ത് ചെയ്താൽ മതി, റിവേഴ്സ് ബയാസും കൊടുക്കുക. ഇവിടെ ഫോർവേഡ് ബയാസ് കൊടുക്കുമ്പോൾ ഇവിടെ പി റീജിയൻ ആണ്, അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് കാണിക്കുക. ഇവിടെ എൻ റീജിയൻ ആണ്, ഇവിടെ എന്ത് ചെയ്യുക, ഒരു നെഗറ്റീവും കാണിക്കുക. ഓക്കെ, അതായത് ഈ പി റീജിയൻ, ഇവിടെ പി റീജിയനിൽ നമ്മളൊരു പോസിറ്റീവും എൻ റീജിയനിൽ ഒരു നെഗറ്റീവും കാണിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻപുട്ട് സൈഡ് എന്ത് ചെയ്തു, ഫോർവേഡ് ബയസായി. ഇനി അടുത്തത് ഈ എൻ റീജിയനിൽ നമ്മളൊരു പോസിറ്റീവും ഈ പി റീജിയനിൽ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു നെഗറ്റീവും കാണിച്ചു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് സൈഡ് റിവേഴ്സ് ബയാസായി. ഇതാണ് നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ബയാസിംഗ് വോൾട്ടേജ് പറയുക. അതായത് ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബയാസിംഗ് വോൾട്ടേജ് കൊടുക്കണം. അപ്പോൾ ഇൻപുട്ട് സൈഡ് നമ്മൾ ഫോർവേഡ് ബയാസും ഔട്ട്പുട്ട് സൈഡ് നമ്മൾ റിവേഴ്സ് ബയാസാണ് കൊടുക്കൽ. അപ്പോൾ തൽക്കാലം ഇങ്ങനെ ഒരു സിമ്പിൾ നിങ്ങൾ വരച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ബാക്കി ഒന്നിലേക്ക് നമ്മൾ പോകണില്ല. എക്സാമിനായിട്ട് ചുരുങ്ങിയ മാർക്ക് കിട്ടാനുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ഇവിടെ എൻ പി എൻ ട്രാൻസിസ്റ്ററിനകത്ത് ഈ സൈഡ് നമുക്ക് എന്ത് ചെയ്യണം, ഫോർവേഡ് ബയാസ് ആക്കണം. അപ്പോൾ എൻ റീജിയനിൽ നെഗറ്റീവ് കണക്ഷനും കൊടുത്തു, പി റീജിയനിൽ പോസിറ്റീവ് കണക്ഷനും കൊടുത്തു. ഈ സൈഡ് കഴിഞ്ഞു. ഇതാണ് ഔട്ട്പുട്ട് സൈഡ്. ഔട്ട്പുട്ട് സൈഡ് നമ്മൾ ഇതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, റിവേഴ്സ് ബയാസ് ആക്കണം. അപ്പോൾ എൻ റീജിയനിൽ ഇവിടെ നെഗറ്റീവും എൻ റീജിയനിൽ പോസിറ്റീവും പി റീജിയനിൽ നെഗറ്റീവും കൊടുത്ത് നോക്കുമ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്തു, റിവേഴ്സ് ബയാസായി. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം ആലോചിച്ച് വയ്ക്കുക. ഇയാൾ പി റീജിയനാണ്, ഇയാൾ എൻ റീജിയനാണ്. ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും വന്ന് എന്ത് ബയാസാണ്, ഫോർവേഡ് ബയാസാന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവാണ് വന്ന് വിചാരിക്കുക, അപ്പോൾ റിവേഴ്സ് ബയാസാവും നമ്മൾ എന്ത് ചെയ്ത് പറഞ്ഞു. സെയിം കാര്യം ഓർത്ത് വെച്ചിട്ട് ഇങ്ങനെ വരച്ച് വെക്കുക. ഓക്കെ, അതിൽ ഇത് ആംപ്ലിഫയർ, ഇതാണ് ആംപ്ലിഫയറിൻ്റെ ബയാസിംഗ് വോൾട്ടേജ്. ഈ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻപുട്ട് കൊടുക്കും. ഈ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് എടുക്കും ഒരു ആംപ്ലിഫയറിനകത്ത്. ബാക്കി കമ്പോണൻസൊന്നും നമ്മൾ വരയ്ക്കണില്ല. അപ്പോൾ ഇൻപുട്ടിലൊരു ചെറിയ സിഗ്നൽ കൊടുത്താൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടിയിട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ആളാണ് ആര്, ആംപ്ലിഫയർ. ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് സൈഡ് ഫോർവേഡ് ബയാസും ഔട്ട്പുട്ട് റിവേഴ്സ് ബയാസാണ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ ഒരു മിനിമം എന്തെങ്കിലും വരച്ച് വെച്ച് കഴിഞ്ഞാൽ 7 മാർക്കിൽ ഒരു 4 മാർക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും. ബാക്കി വിശദമായിട്ടുള്ളൊരു സർക്യൂട്ട് കൂടി ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുക, ചർച്ച ചെയ്യാം. അത് ട്രിപ്പിളിക്കാർക്ക് ഈസിക്കാർക്കാണ് മനസ്സിലാവുക. ബാക്കി ബ്രാഞ്ചുകാർക്ക് പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തത്, പറഞ്ഞു നിർത്തിയത്.